പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ പ്രിയരെ, മനോഹരമായ ഈ ദിവസത്തിൽ വീണ്ടും ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സർവായുധവർഗത്തിലെ 5-ാമത്തെ സർവായുധവർഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, അതായത് ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും അതുപോലെ പിശാചിനോടും ദുഷ്ടശക്തിയോടും ഒക്കെയാണ് പോരാട്ടമുള്ളത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, നമ്മൾ 4 സർവായുധവർഗത്തെപ്പറ്റി ധ്യാനിച്ചിരുന്ന 5-ാമത്തെ രക്ഷ എന്ന ശിരസ്ത്രം അത് നമ്മൾ ധരിക്കണം. കർത്താവിൽ ഏറ്റവും അധികം ശരണപ്പെട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം തന്ന രക്ഷയെ വളരെയധികം സന്തോഷത്തോടെ നമ്മളതിനെ നമ്മുടെ തലയിൽ ധരിക്കണം. അതായത് ഏത് സമയത്തും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ആ ഒരു വലിയ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. അതാണ് രക്ഷ എന്ന ശിരസ്ത്രം. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാൻ സാധ്യമല്ല. കർത്താവിൽ പ്രിയരെ, ഒരു ദുഷ്ടശക്തിയോടും നമുക്ക് എതിർത്ത് നിൽക്കുവാൻ തനിയെയുള്ള നമ്മുടെ ശക്തി കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകനെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആ രക്ഷ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കണം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.